ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തിയുടെ കറണ്ട് തോട്ട്സ്, ഈ സമയം അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഈ സമയം അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. 2 of കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഏത് വ്യക്തിയാണോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചത്, ആ വ്യക്തി നിങ്ങളുമായിട്ടൊരു യൂണിയൻ ആഗ്രഹിക്കുന്നു എന്നാണ് ആദ്യം തന്നെ കാണുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നവർ ഇപ്പോൾ അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊരു ശരിക്കും ജെനുവിനായിട്ടുള്ളൊരു സ്നേഹം, വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം, നിങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു സ്നേഹമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് കാണുന്നത്. ഇത് കുറേ ആൾക്കാർക്കും ഇതൊരു നോ കോണ്ടാക്റ്റിലായിരുന്ന ആൾക്കാർ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു കോണ്ടാക്റ്റിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ മനസ്സിലാക്കുന്നത് അവരുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന ഒരാൾ തന്നെയാണ് നിങ്ങൾ, അല്ലാതെ ഇപ്പോൾ ഒരു സാധാരണ റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളൊരു തിരിച്ചറിവർക്ക് ഈ ഒരു സമയമുണ്ട്. ഇതിലെന്തോ സംതിങ് സ്പെഷ്യലാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളെ കാണണമെന്നും സംസാരിക്കണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്റ്റാറാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാർഡമാണ് ഉള്ളതെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നിങ്ങളൊരു സ്റ്റാറാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇവരുടെ പല മുറിവുകളും ഉണക്കാൻ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു സമയം അവരതൊക്കെ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്കൊരു സ്റ്റാർഡം ഉണ്ട് എന്നും കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ഹീൽ ചെയ്യുന്ന ആൾക്കാരോ അങ്ങനെയൊക്കെ ആണ്, നിങ്ങൾ പെട്ടെന്ന് ഹീലാകുന്ന ആൾക്കാരോ പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോ ഒക്കെ ആണെന്നാണ് കാണുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളെ കാണണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു യൂണിയൻ ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നതെന്നാണ് കാണുന്നത്. ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചൊരു ഈഗോ ഉണ്ടായിട്ട് ഇരിക്കുന്നുണ്ട് അവർ ഇങ്ങോട്ട്. ചില ആൾക്കാർ ചിലപ്പോൾ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ടായിരിക്കും. ഒന്നുകിൽ ഇവർ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ ചിലപ്പോൾ തിരിച്ച് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ആയിരിക്കില്ല, നിങ്ങൾ ചിലപ്പോൾ അവരെ തിരിച്ച് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ഭയം അവർക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. പെട്ടെന്ന് ഇപ്പം പണ്ടത്തെ പോലെ നിങ്ങളെ പെട്ടെന്ന് പാട്ടിലാക്കാനൊന്നും പറ്റൂല എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ വളരെയധികം മാറിപ്പോയി. നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡിമാൻഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ, അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വീണ്ടും റീകണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഭയങ്കര സ്ട്രോങ് ആണ്. നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ശരിക്കും പ്രാധാന്യം നിങ്ങൾ ഈ ഒരു സമയം കൊടുക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇത് നിങ്ങൾക്കിപ്പം ഇമോഷനേക്കാളും നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്നത്. നിങ്ങളൊരു ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുന്നു എന്നൊക്കെ പറയില്ല, അതുപോലെ ഇമോഷൻസിനൊന്നും വളരെ വലിയ പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നല്ല തൻ്റെ ഇടത്തോടു കൂടി ഇരിക്കുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് നിങ്ങളെ വശീകരിക്കാൻ പറ്റൂല എന്നൊക്കെയുള്ളൊരു ചിന്ത അവർക്ക് ഇപ്പോൾ ഉണ്ടെന്നാണ് കാണുന്നത്. 5 of Pentacles ആണ്. നഷ്ടപ്പെടുത്തിയതിൽ ഒരുപാട് വിഷമമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ ഈ വ്യക്തി ചിലപ്പം നിങ്ങളുടെ മൂല്യം അറിയാതെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം അവർക്ക് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു വിഷമമാണ്. നഷ്ടപ്പെട്ടു പോയ കാര്യത്തെ തിരിച്ചെങ്ങനെ എടുക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ ഇവർ ഒരു ഓവർ സ്ട്രെസ്സിലാണെന്ന് കാണുന്നുണ്ട് കേട്ടോ. ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് കപ്സും ടവറുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങളൊരു മദർ ഫിഗർ പോലെ ആയിരുന്നു എന്നുള്ളതാണ്. ശരിക്കും നിങ്ങൾ ഹീൽ ചെയ്യുന്ന ആൾക്കാരാണ്. സ്റ്റാറും ക്യൂൻ ഓഫ് കപ്സും ആണ്. അപ്പം നിങ്ങൾ വല്ലാത്ത അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇവരുടെ എല്ലാ
തെറ്റുകളും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്ത് ഇവരെ സ്നേഹിച്ചു കൊണ്ടേയിരുന്ന ആൾക്കാരാണ്. ഇവരെപ്പോഴും എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ക്ഷമിച്ചു കൊണ്ടിരുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ്. അപ്പോൾ അവരതിപ്പോൾ ഓർക്കുന്നുണ്ട്. പാസ്റ്റിൽ അവരെന്ത് ചെയ്താലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു, അവർ ചെയ്ത തെറ്റുകളൊക്കെ നിങ്ങൾ പുറത്തു കളയായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഒരു പരിവർത്തനം സംഭവിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ പഴയ ഈ ക്യൂൻ ഓഫ് കപ്സ് അല്ല. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും ക്ഷമിക്കുന്ന ആൾക്കാരല്ല. ക്ഷമിച്ചത് മാത്രമല്ല, നിങ്ങളത് വിട്ടുകളഞ്ഞ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പഴയ ആളല്ല, നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നു. ടവർ എന്ന് പറയും പരിവർത്തനത്തിൻ്റെ ഇതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ നിങ്ങളെ ഒരുപാട് മാറ്റത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ മാറ്റം വന്നു കഴിഞ്ഞു എന്നാണ് അവർ ഇപ്പം ചിന്തിക്കുന്നത്. ഓ, സൺഗാർഡാണ് ഇന്ന് ഭയങ്കര പോസിറ്റീവാണല്ലോ. ശരിക്കും സന്തോഷമാണ് എന്നുള്ളത്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷമാണ്. അവർ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു യൂണിയൻ ഉണ്ടാകും എന്നാണ്. നിങ്ങളവരെ വിട്ടിട്ട് പോകുമെന്ന് അവർ ചിന്തിക്കുന്നില്ല. നിങ്ങളിപ്പോൾ ഇത്തിരി ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നു, ശരിക്കും ഒരു തൻ്റെ ഇടത്തോടുകൂടി ഇരിക്കുന്നു, തീരുമാനങ്ങളൊന്നും മാറ്റാൻ പറ്റാതിരിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് പ്രതീക്ഷയുണ്ട്. പുതിയ ഒരു തുടക്കം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയും തൻ്റെ ഇടമൊക്കെ അവർക്കിപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. വളരെ ഹാപ്പിയാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്നുള്ളതാണ് കാണുന്നത്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അവർ വെയിറ്റ് ചെയ്യുന്നു, അവർ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അവർ വളരെ പ്രണയത്തോട് കുറേ റോസും പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. വളരെ പ്രണയത്തോടു കൂടി ഒരു അട്രാക്ഷനോട് കൂടി ഇവർ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ ഉള്ളത്. പൊതുവെ നിങ്ങളോട് വളരെ സ്നേഹവും ഒക്കെയാണ്. ഈ ഒരു സമയം നിങ്ങളടുത്ത് വേണം എന്നൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ചെയ്ത തെറ്റുകളിൽ കുറച്ച് കുറ്റബോധമുണ്ട്, നഷ്ടപ്പെട്ട് കളഞ്ഞാണെന്നുള്ള ഒരു ഓർമ്മയുണ്ടെങ്കിൽ അവർ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.